അർജന്റീൻ ടീമിൻ്റെ അടുത്ത് നിന്ന് ഇത്രയും വലിയൊരു ചതി അവർ ചതിച്ചതല്ലേ? സത്യത്തിൽ അവർ വഞ്ചിച്ചതാണല്ലോ, കേരളത്തെ വഞ്ചിച്ചതാണ്. വഞ്ചിച്ചതാ, നമ്മളെ ചതിച്ചതാ. കേരളക്കര ഒരു കാരണവശാലും ഒരിക്കലും പുറത്തു കൊടുക്കരുത്. അല്ലെങ്കിലും അർജന്റീന പണ്ടേ ഉടായിപ്പ. എല്ലാ പ്രാവശ്യവും നമ്മൾ കളിക്കാൻ വിളിക്കുമ്പോൾ വരാമെന്ന് തലേ ദിവസം വരെ പറയും. എന്നിട്ട് ഗ്രൗണ്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളാരായി അതായി. അവന്മാർ വരത്തില്ല. എന്തൊരു ഉടായ്പ പരിപാടിയാണ് കാണിച്ചത്. ഇനി കേരളത്തിൽ കളിക്കണമെന്ന് പറഞ്ഞ് കെഞ്ചി വരുമല്ലോ. ഇവിടുത്തെ ചെമ്പട അങ്ങോട്ട് ഇളകും. ഡിഫി ഒരു കാരണവശാലും ഇനി സമ്മതിക്കത്തില്ല. അവന്മാർ ഇവിടെ കളിക്കാൻ ഇനി വരണ്ട. ഇവിടെ വന്ന് കളിക്കാൻ മാത്രമല്ല, അടുത്ത ലോകകപ്പിൽ പങ്കെടുക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. ഡിഫി ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല. പറ്റിയാൽ ഇനി അവർ കളിക്കുന്ന ഗ്രൗണ്ടിൽ ചെന്നിട്ട് അവിടെ കുടില് കെട്ടി കുത്തിയിരിപ്പ് സമരം നടത്തിയാലോ എന്നാണ് ഡിഫിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആലോചന നടക്കുന്നത്. വരാമെന്ന് പറഞ്ഞ് വരാതിരുന്നത് ഒരു വഞ്ചനയാണ് സത്യത്തിൽ. മെസ്സിയെ നമുക്കൊരു പെണ്ണ് കേസിലങ്ങ് വെടുത്തിയാലോ ഒക്കെ. ഇതിൻ്റെ ഒരു കേസിലൊക്കെ തന്നെ പോകുന്ന ഒരവസ്ഥയുണ്ട്. അത് കൃത്യമായും അർജന്റീന വേണം കാക്ക, കേസ് കൊടുക്കണം. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? നമ്മൾ കേസ് കൊടുക്കാൻ പോകുന്ന കാര്യമൊക്കെ മെസ്സി അങ്ങ് അറിഞ്ഞ്. അണ്ണനാരാ ഈ ലോകം അറിയപ്പെടുന്ന ലോകത്തിലെ 1-ാം നമ്പർ രാഷ്ട്രീയക്കാരിൽ ആദ്യത്തെ നിരയിൽ നിൽക്കുന്ന ആളല്ലേ. അതുകൊണ്ട് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ അറിയുന്നത്. ഒരു കാരണവശാലും രക്ഷപ്പെടാൻ അനുവദിച്ചേക്കരുത്. അകത്ത് കിടക്കട്ടെ. ഇനി ഗ്രൗണ്ട് കാണരുത് മെസ്സി. 250 കോടി രൂപ സംഘടിപ്പിക്കുക, ഒരു സ്പോൺസർ സംഘടിപ്പിക്കുക എന്നത് ഒരിക്കലും ചെറിയൊരു ഒരു ടാസ്ക് അല്ല എന്ന് എല്ലാവർക്കും അറിയാം. നിസ്സാര ടാസ്ക് വല്ലതും ആയിരുന്നോ? ആ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയതിന് എത്ര കോടിയാ ചെലവ്? ഇതാ കഴിഞ്ഞ മഴയ്ക്ക് ആ മേൽക്കൂര ഒന്ന് താഴോട്ട് വീഴാൻ വേണ്ടി നമ്മളെടുത്ത ആ പരിശ്രമം ഉണ്ടല്ലോ. പോട്ടിക്ക, ഇവിടെ വന്ന് നമ്മുടെ മുന്നിൽ കിടന്ന് കളിക്കാനുള്ള യോഗം അവർക്കില്ലെന്ന് കരുതിയാൽ മതി. പണവും വാങ്ങി വെച്ച് ഈ കൊടുംചതി ഇവർ ചെയ്ത് സത്യത്തിൽ വലിയ ദുഃഖമുണ്ടാക്കുന്നതാണ്. അതിൽ ഈ കരഞ്ഞേക്കല്ലേ അടി. നമ്മുടെ ജനങ്ങളും ശരിക്കും നമ്മുടെ ഫുട്ബോൾ പ്രേമികളുടെ ഒരു നിരാശ അതാണ് ആ പ്രകടമാകുന്നത്. ഫുട്ബോൾ പ്രേമികൾ ഇത്തിരി നിരാശിച്ചാൽ എന്താ? അണ്ണൻ ആശിച്ചതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നില്ലേ? അത് മതി. പിന്നെ വരുത്തിയിരിക്കും, അല്ലെങ്കിൽ ചാത്തന്മാരെ കൊണ്ട് വരുത്തിക്കളയും എന്നൊക്കെ അണ്ണൻ നല്ല നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചതല്ലേ. അതിലൊക്കെ സമാധാനിക്ക്. അണ്ണൻ്റെ പ്രകടനം ഒട്ടും മോശമായിരുന്നില്ല ഇതുവരെ. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇലക്ഷൻ വരുന്നു, കരയരുത്. എൻ്റെ നിരാശ ഞാൻ ആരോട് പറയുമെന്നാണ് ഞാൻ നോക്കുന്നത്. ഇതാണ്. എന്തൊരവസ്ഥയാണ്. നിരാശ പറഞ്ഞ് കരയാൻ ഒരാളില്ലേ? നമ്മളെങ്കിൽ ഒരു പ്രത്യേക സമിതിയെ ഉണ്ടാക്കാം ആ നിരാശ കേൾക്കാൻ വേണ്ടി. എന്നിട്ട് ഒരു ദിവസം 4 നേരമായിട്ട് അവരിരുന്ന് കേൾക്കട്ടെ. അണ്ണൻ എന്തെങ്കിലും അവർക്ക് കൊടുത്താൽ മതി ചായ കുടിക്കാനുള്ളത്. പണം സ്വരൂപിക്കുക എന്നുള്ള ചെറിയ പ്രശ്നമൊന്നുമല്ല. 250 കോടി രൂപ സംഘടിപ്പിക്കുക. ആർക്കും ആശയക്കുഴപ്പം ഉണ്ടാകരുതേ. നമ്മൾ പൈസ ഒന്നും ചിലവാക്കിയില്ല എന്ന് കുറേ നാൾ മുമ്പ് പറഞ്ഞുകൊണ്ട് നടന്നായിരുന്നു. ഇപ്പോൾ 250 കോടിയിൽ എത്തിയിട്ടുണ്ട്. ആ 250 കോടിയിൽ ഒരു നയാ പൈസ പോലും സർക്കാരിൻ്റെ അല്ലെന്നാണ് പറയുന്നത്. ദൈവം 250 കോടിയൊക്കെ എടുത്ത് തള്ളിയതാരാ? മറ്റേ മരുമുറി തന്നെ പുള്ളി. മേഴ്സി വരും പന്ത് തട്ടും എന്ന് പറഞ്ഞ് നടന്നപ്പോഴേ, വായിക്കൊള്ളാത്തതൊക്കെ പറഞ്ഞ് നടന്നപ്പോഴേ ഞങ്ങളെല്ലാം പറഞ്ഞതല്ലേ പറ്റുന്നിടത്ത് പിടിച്ചാൽ പോരേ ഇക്കാന്ന്. ഇപ്പം എന്തായി? ഇപ്പം കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവന്മാരിവിടെ വന്നങ്ങ് കളിച്ച് മറിച്ചേക്കാം എന്ന് ഉറപ്പാക്കിയ വല്ല രേഖയും കയ്യിലിരിപ്പുണ്ടോ? മറ്റേ ശങ്കരാടി കാണിച്ച രേഖയല്ല, അല്ലാത്ത രേഖ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ പുറത്ത് വിടണം ഇക്ക. അല്ലെങ്കിൽ നമ്മൾ കമ്മീഷൻ പറ്റിയെന്നല്ലേ ഈ അസൂയക്കാർ പറഞ്ഞു നടക്കത്തുള്ളൂ. എന്നാൽ ഇത്രയും നമ്മളോട് വലിയ വഞ്ചന കാണിച്ച അവന്മാർക്ക് എങ്ങനെ ഒരു വലിയ ചിമിട്ടം പണി കൊടുക്കാമെന്നാണ് ഞാനും ആലോചിക്കുന്നത്. ഡിഫി തന്നെ വിചാരിച്ചാലേ പറ്റുള്ളൂ. നമ്മുടെ ഡിഫി പിള്ളേരെ അങ്ങോട്ട് പറഞ്ഞു വിടണം. അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ഇനി അവന്മാർ കേരളവും ക്യൂബയും ഒക്കെ പോലുള്ള വലിയ രാജ്യങ്ങളുണ്ടല്ലോ, വലിയ രീതിയിൽ ഇപ്പോൾ ലോകരാജ്യങ്ങളൊക്കെ നമ്മുടെ അഭിപ്രായം കേൾക്കാനാണല്ലോ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അത്തരം പിടിപാടുള്ള നമ്മുടെ ഒന്നും നാട്ടിൽ ഇനി ഇവരെ കളിക്കാൻ കാല് കുത്തിക്കില്ല. നമ്മൾ ഉപരോധം ഏർപ്പെടുത്തും എന്നൊരു ഭീഷണിയും കൂടി അങ്ങോട്ടായാൽ അവന്മാർ മാനസികമായിട്ട് കുറച്ച് പ്രയാസപ്പെടും. പാവപ്പെട്ടവൻ്റെ സങ്കടം കണ്ടിട്ട് സഹിക്കുന്നില്ല. അർജന്റീന മുടിഞ്ഞു പോവും അല്ലേ? അവന്മാരിടുന്ന ടീഷർട്ടിൽ അവന്മാർ കാണാതെ കടിയനുറുമ്പ് കയറിയിരിക്കട്ടെ, കയറി കടിക്കട്ടെ കാക്ക. അല്ല റഹ്മാനിക്ക, ഇനിയിപ്പോൾ അർജന്റീനയ്ക്കെതിരെ കേസ് കൊടുക്കണമെങ്കിൽ ചില്ലറ പൈസ ഒന്നും പോരല്ലോ. അതിനൊരു 10-25 കോടിയെങ്കിലും വേണ്ടേ? അത് നമുക്ക് സംഘടിപ്പിക്കണ്ടേ എത്രയും പെട്ടെന്ന്?
വേണം വേണം വേണം, അടുത്ത് അതായിരിക്കണം നമ്മുടെ പിടി. നമ്മുടെ കള്ളത്തരം കൊണ്ടോ കൊള്ളരുതായ്ക കൊണ്ടോ നമ്മുടെ പിടിപ്പുകേട് കൊണ്ടോ ഒന്നും സംഭവിച്ച അപമാനം അല്ല ഇത്, മനസ്സിലായില്ലേ? മന്ത്രി അത് മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് അവർക്കെതിരെ തിരിയുക തന്നെ വേണം, എന്നാലേ നമുക്ക് പണി വാങ്ങിച്ചു കെട്ടാൻ പറ്റുള്ളൂ. ഞങ്ങളെല്ലാവരും അബ്ദുറഹ്മാൻ കാക്കയുടെ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞ് ബ്രസീൽ ഫാൻസ് എല്ലാം എഴുതി ഒപ്പിട്ട് തരാൻ റെഡിയായിട്ട് നിൽക്കുകയെന്നാണ് പറയുന്ന വെള്ള പേപ്പറിൽ. ആ ഒപ്പുകൾ മാത്രം പോരെ അർജന്റീനയെ നശിപ്പിക്കാൻ. അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്ക്. മന്ത്രി അർജന്റീനയ്ക്കെതിരെ കേസ് കൊടുക്കാൻ പോവാന്ന് പറഞ്ഞത് കേട്ട് കോരി തരിച്ചിരുന്ന ആ തരിപ്പിന്ന് ഇതുവരെ അന്തം കമ്പികളൊന്നും മോചിതരായിട്ടില്ലെന്നാണ് കേൾക്കുന്നത്. ഈ ഒരു നടപടിയോടുകൂടി, അർജന്റീനയ്ക്കെതിരായിട്ടുള്ള ഈ ഒരു മാസ് നടപടിയോടുകൂടി അണ്ണൻ്റെ ഫാൻസ് അസോസിയേഷനിലെ ആളുകളുടെ അംഗങ്ങളുടെ എണ്ണം കൂടുക എന്നുള്ള കാര്യം ഉറപ്പ്. അവർ കേരളത്തെ വഞ്ചിച്ചു, അർജന്റീന ടീമിനെതിരെ കേസ് കൊടുക്കുമെന്നും അബ്ദുറഹ്മാൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എന്താ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓലപ്പാമ്പിന്റെ കാര്യം ഓർമ്മ വരിക. ഈ സന്ദർഭവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോഴേ പിള്ളേരപ്പുറം ഇപ്പുറമൊക്കെ കളിക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ്. പണ്ട് നാട്ടിൻപുറത്തൊക്കെ ഓല കൊണ്ട് പീപ്പി ഉണ്ടാക്കും, പാമ്പുണ്ടാക്കും, ഇങ്ങനെ കാണിച്ച് പേടിപ്പിക്കും. അപ്പോൾ ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് ചില വിവരദോഷികളൊക്കെ ഓടും, ചില പേടിത്തൊണ്ടന്മാരൊക്കെ ഓടി തള്ളുന്നതാണ് കേട്ടോ. ഭയങ്കര രസമായിരുന്നു. വെറുതെ പറഞ്ഞത് ഇപ്പോൾ. തമാശയൊക്കെ വിട്. നമുക്കൊരു AI മെസ്സിയെ ഒപ്പിക്കാവുന്ന കാര്യമല്ലേ ഉള്ളായിരുന്നു. നമ്മുടെ താത്വികാചാര്യനോട് പറഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ ടിപ്സൊക്കെ പറഞ്ഞു തരത്തില്ലായിരുന്നു. ജനങ്ങളെ മണ്ടരാക്കാൻ നമ്മളിനി പ്രത്യേകിച്ച് വല്ലവരും പഠിപ്പിക്കണം. ഒരു AI മെസ്സിയെ അങ്ങ് കൊണ്ടുവന്നിട്ട് ഒറിജിനൽ ആയിരുന്നു എന്നങ്ങ് തട്ടിയേക്കുക. ആരറിയാൻ പോകുന്നു? ഇന്ന് 2-ാം തീയതി അല്ലേ? ഇനി അവർ വരുത്തില്ല എന്ന് പറഞ്ഞത് ഏപ്രിൽ ഫൂൾ ആക്കിയതോ മറ്റോ ആണോ? അല്ല, നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ചേ കൂട്ടുകാരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം അതും അല്ലല്ലേ. ചെറിയാൻ രാഷ്ട്രീയത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ആരാകുമായിരുന്നു? അമേരിക്കക്കാരെ കെട്ടി അവിടുത്തെ ആവശ്യം തള്ള ഇതുകൂടെ ഉണ്ടായിരുന്നു. മന്ത്രിയായില്ലായിരുന്നെങ്കിൽ എന്തായേനെ, എവിടെ നിന്നേനെ ഇപ്പോൾ എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതാ. അമേരിക്കക്കാരിയെ കെട്ടി അവിടെ സെറ്റിലായേനെ. ഏതോ ഒരു അമേരിക്കക്കാരിയും രക്ഷപ്പെട്ട്, അമേരിക്ക എന്ന രാജ്യവും രക്ഷപ്പെട്ട്. അമേരിക്കക്കാരെ കെട്ടി അവിടുത്തെ ആവശ്യം. ട്രംപേ, ഇന്ത്യയിൽ കിടക്കുന്ന, കേരളത്തിൽ കിടക്കുന്ന ഞങ്ങൾക്ക് ചെലവ് ചെയ്യണം കേട്ടോ. വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. സജി ചെറിയാൻ എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം കേരളത്തിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ ആലപ്പുഴക്കാരുടെ മനസ്സിലേക്ക് വരണമെന്ന് വിചാരിക്കുന്ന ഒരു വാക്കെന്താണ്? വരാലികറി, അല്ല കുന്തവും കൂടെ ചക്രം. CPM-കാരനായതിന്റെ അടിസ്ഥാന കാരണം എന്താ? നാട് നന്നാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്. ആരുണ്ടാക്കിയെന്ന്, എന്തുണ്ടാക്കിയെന്ന്? നാട് നന്നാകണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് CPM-കാരനായതെന്ന് അവിടെ ഇരുന്നുകൊണ്ട് പറ, അല്ലെങ്കിൽ പറയുന്നില്ല. കൈയിട്ട് വാരാനും നാട്ടുകാരെ ഊഞ്ഞാലാട്ടിക്കാനും ഇതിനേക്കാൾ പറ്റിയൊരു പ്രസ്ഥാനം ഇല്ല. അതുകൊണ്ട് ഇതിലോട്ടങ്ങ് ചേർന്ന് അങ്ങനെ പറ. ഇതുവരെ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു പ്രസ്താവന പിന്നീട് തിരുത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അതൊക്കെ വിവേകമുള്ള മനുഷ്യരല്ലേ പറഞ്ഞത് തെറ്റായി പോയെങ്കിൽ അത് തിരുത്തുന്നത്. ഭരണഘടനയെ അപമാനിച്ചിട്ട് പോലും അത് തിരുത്തണമെന്ന് തോന്നിയിട്ടില്ല, ഇനി തോന്നുകയില്ല. കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ ഏറ്റവും യോഗ്യനായ ഒരു നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ആരുമില്ല. കോൺഗ്രസിൽ നയിക്കാൻ ആരുമില്ല. നമ്മുടെ കമ്മ്യൂണിസ്റ്റിൽ ഇവിടെ ക്യൂ ആണ്, ആളുകൾ തിക്കും തിരക്കുമാണ് നയിക്കാൻ. ഏജ് ഓവറായ 5-6 ഉണ്ട്. പക്ഷെ ആരെ നയിക്കണം എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് അവരുടെ മുന്നിൽ നിൽക്കുന്നത്. അണികൾ വേണ്ടേ? പിണറായി വിജയൻ എന്ന നേതാവിനെ കുറിച്ച് ഒരു ഒറ്റ വാക്ക് പറയാൻ പറഞ്ഞാൽ? കേരളം കണ്ട ഏറ്റവും നല്ല ഉത്തമനായ കമ്മ്യൂണിസ്റ്റ്. പിണറായി വിജയനെ കുറിച്ച് ഏറ്റവും നല്ലൊരു ജോക്ക് പറയാനല്ല പറഞ്ഞത്. ഏറ്റവും അവസാനം കണ്ട സിനിമ ഏതാ? പൃഥ്വിരാജിനെതിരെ ഒരു വലിയ വിവാദം ഉണ്ടായി. അതാണ് സിനിമയുടെ പേരൊന്നും അറിഞ്ഞൂടാ. ഞങ്ങള് ഇത്തിരി പ്രശ്നം ഉണ്ടാക്കിയ സിനിമയാണ്. CPM-ലെ ഇഷ്ടപ്പെട്ട ഏറ്റവും യുവ നേതാവാരാ? ഒത്തിരി പേരുണ്ട്. ഒരാളുടെ പേര് അങ്ങോട്ട് പറയച്ചായ ജയിക്കുന്നത്. ഇതിപ്പോ എന്തോ ചിന്തിക്കാനാ? ജനസമ്മതി ഇത്രയും പിടിച്ചു പറ്റിയ ഒരു യുവ നേതാവ് വേറെ നമ്മുടെ പ്രസ്ഥാനത്തിലുണ്ടോ? പേര് പറയും. ആലപ്പുഴക്കാരനായ SFയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പൊ വളർന്നു വരുന്ന നല്ലൊരു യുവ നേതാവ്. എന്തോ നിങ്ങൾക്ക് ഇതിനപ്പുറം താങ്ങാനുള്ള ശേഷിയില്ലെന്നോ? എനിക്കും പോവാ, നിർത്തിയേക്കാം.